സാന്നിധ്യം ഈ ഭവനത്തിലെ തീരാശാപങ്ങളെ തടയുന്നു. ഈ വീട്ടിലെ അനർത്ഥങ്ങൾ ഒഴിവാക്കി തരുന്നവളാണ് ഇവൾ. അപമൃത്യു ഫലം. മരണം വരിക്കുന്നതും മരണം വരുത്തുന്നതും ഇതേ മേൽക്കൂരയ്ക്കുള്ളിലുള്ളവർ തന്നെ. ഇതവളല്ലേ? വന്ദന. ഇവളെന്താ ഒറ്റയ്ക്ക്? കൂടെ ആരും ഇല്ലല്ലോ. അവസരം. എന്താ വന്ദനെ? എന്താ അതൊക്കെ? നീ എന്താ ഈ രാത്രി ഇവിടെ? ആരാവൻ? വന്ദനെ, ചോദിച്ചത് കേട്ടില്ലേ? ആരാ നിന്നെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചതെന്ന്? എനിക്കറിയില്ല. നീ എന്താ ഇവിടെ? വന്ദനെ, ചോദിച്ചത് കേട്ടില്ലേ? ഈ രാത്രി നീ എന്താ ഇവിടെയെന്ന്? വന്ദനെ, എന്താ സംഭവിച്ചേ? അറിയണോ? കാര്യം മനസ്സിലായല്ലോ അല്ലേ? വിടുന്നത് ഞാനായിരിക്കും. വന്ന് വണ്ടി കയറി. ഇല്ല വന്ദനെ,
നീ അറിയാതെ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഒരു ജഗനെ മാത്രം നിനക്കറിയൂ. നിന്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ സ്വയം മറന്ന് കോമാളി വേഷം കെട്ടി അടന്ന ജഗനെ നീ കണ്ടിട്ടുള്ളൂ. എനിക്കുണ്ട് അന്തസ്. ലക്ഷങ്ങൾ അണികളുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഞാൻ. എന്റെ ഭാര്യയെ തെരുവ് പെട്ടികൾ കടിച്ചു കയറി നടു റോഡിലിട്ടാൽ അത് ബാധിക്കുന്നത് എന്റെ ഭാവിയെയാണ്. തല കുനിച്ചു തരുമ്പോ മൂർധാവിൽ തുപ്പുന്ന സ്വഭാവം കാണിക്കരുത്. അതിന് കെട്ടിയോളാണെങ്കിലും ശരി, ജനിപ്പിച്ച തന്തയാണെങ്കിലും ശരി. എന്താ വർഷേ, നിന്നെ പൊട്ടം കളിപ്പിക്കാണോ? എന്നോടൊപ്പം ഉറങ്ങാൻ കിടന്നവള് പാതിരാത്രി ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കാരണവും ഇല്ലഞ്ഞിട്ടാണോ? ഏട്ടാ, രാത്രി ദാഹം തോന്നിയപ്പോ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നി. അതാ ഞാനിവിടെ. വർഷേ, നീ കള്ളം പറയണമെന്ന് മനസ്സിലാക്കാൻ എനിക്ക് നിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മതി. എന്താ നിന്റെ സങ്കടത്തിന് കാരണം? അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാരണമില്ല ഏട്ടാ. വർഷേ, നിനക്ക് പറയാൻ വേണ്ടി ഞാൻ പറയാൻ കാരണം, നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന്റെ ഭാഗമായി നിന്റെ വീട്ടിൽ നടക്കുന്ന പൂജയില് നിനക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ സങ്കടമല്ലേ? സങ്കടപ്പെടണ്ട, നമുക്ക് പോവാം. സത്യാണോ? ആ, ഈ പാതിരാത്രി ഞാൻ എന്റെ വർഷയോട് എന്തിനാ കള്ളം പറയുന്നത്?